വൈറൽ കട്ടിലെ ദൃശ്യങ്ങളിലേക്ക്. RSS ಚಡ್ಡಿ ಹಾಕಿದ್ದೀನಿ ಅಂದ್ರಲ್ಲ ಒಂದ್ಸರಿ. ನಮಸ್ತೆ ಸದಾ ವತ್ಸಲೆ ಮಾತೃಭೂಮಿ ಅಧ್ಯಕ್ಷರೇ, ಹಿಂದೂ ಭೂಮಿ ಸುಗಮ್ ವರ್ಧಿತೋಹಂ ಕೇಳಿಸ್ಕೊಂಡ್ರೆ ಮಹಾಮಂಗಲೆ. ನಾನು ಅವೆಲ್ಲ ಕಡತಿಂದ ತೆಗೆದಾಕಿಸ್ಬೇಡ್ರಿ, ಚರ್ಚೆ ಬೇಡ. ಅದನ್ನ ಕರ್ನಾಟಕ ರಾಜ್ಯ ಕ್ರಿಕೆಟ್ ಅಭಿಮಾನಿಗಳು ಬೇರೆ ಬೇರೆ ರಾಜ್ಯದಲ್ಲಿ ಬೇಕಾದಷ್ಟು ಇಂಥದ್ದೆಲ್ಲ ಆಗಿದೆ. ಕರ್ನಾಟಕ ಸರ್ಕಾರ ಏನ್ ಮಾಡಬೇಕು, ನಾನು ಪೊಲೀಸ್ ಅವ್ರನ್ನು ಬ್ಲೇಮ್ ಮಾಡ್ಲಿಕ್ಕೆ ನಾನು ತಯಾರಿಲ್ಲ. RSSന്റെയും BJPയുടെയും ഒക്കെ അതിശക്തനായ വിമർശകനാണ് DK ശിവകുമാർ. ഈ DK ശിവകുമാർ തന്നെയാണ് ഗണഗീതം സഭയിൽ ആലപിച്ചത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. DK ശിവകുമാർ ഗണഗീതം ആലപിച്ചു എന്നുള്ളതാണ്. പക്ഷേ ശിവകുമാർ പറയുന്നത് ഈ ചർച്ചയുടെ ഭാഗമായി എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗണഗീതം ആലപിച്ചത് എന്നുള്ളതാണ്. എന്തായാലും വലിയ തോതിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് തെറ്റായും ശരിയായി. ഇനി നമ്മൾ പോകുന്നത് മുകളിൽ ഒരാളുണ്ട് എന്ന സെഗ്മെന്റിലേക്കാണ്. വന്ധ്യംകരിച്ച ശേഷം ആവാസ വ്യവസ്ഥയിലേക്ക് തെരുവ് നായകളെ തുറന്നുവിടാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച ദിവസം തന്നെയാണ് ഈ മുകളിൽ ഒരാളുണ്ട് എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് മറ്റെവിടെ നിന്നുമല്ല, നമ്മുടെ പാലക്കാട് തെക്കുംമല പാലക്കാവ് അമ്പലത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യമാണ്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ നായകൾ, തെരുവ് നായകൾ പാഞ്ഞടുക്കുന്നതാണ് ദൃശ്യങ്ങൾ. തലനാരിഴയ്ക്കാണ് ഈ കുട്ടികൾ രക്ഷപ്പെട്ടത്. അടുത്ത ദൃശ്യം കാണുന്നു, അതും പാലക്കാട് തന്നെയാണ്. അത് അമ്പലപ്പാറയിലെ ഒരു കടയിൽ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് റോഡരികിലൂടെ നടക്കുകയായിരുന്ന അജിത എന്ന സ്ത്രീക്ക് ഈ തെരുവുനായയുടെ കടിയേൽക്കുന്നു എന്നുള്ളതാണ്. തെരുവുനായ പ്രശ്നം. ഈ തെരുവുനായകളെ വന്ധ്യംകരിക്കണം, അവയെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണം, ചിലരെങ്കിലും അതിനെ കൊന്നൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ അതിശക്തമായി എതിർക്കുന്നവരുണ്ട്. പക്ഷേ എന്തുമാകട്ടെ, ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക വേണം എന്നുള്ളതാണ് പ്രധാനം.